ഞാൻ സൂപ്പർ വാവ. ഓക്കെ മൈക്കുടിച്ചാ. ഞാൻ സെമീറിന്റെ ബേസിക്കലി ഒരു ഫ്രണ്ടാണ്. ഞങ്ങൾ ശരിക്കും ഇത് പരിപാടി സെറ്റ് ചെയ്തത് ഞാനല്ല, സാബു വാവന്നെ സെറ്റ് ചെയ്ത് വാവ സെറ്റ് ചെയ്തിട്ട് 10 മണിക്ക് വെച്ച പരിപാടിക്ക് വാവ വന്നത് 3:15 ഒരു 5-8 മണിക്കൂർ നേരം വൈകിട്ടുള്ളൂ. അത് ഞാനല്ല, ബേസിക്കലി എന്റെ ഫ്രണ്ട്സ് കുറച്ച് ഡ്രസ് എടുക്കാണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് എടുത്ത് വന്നത് നെല്ലത്തൂടെയൊക്കെ തുണി കെട്ടണേ കണ്ടോ. അപ്പോ ഇത് പണ്ട് സിനിമയിലെ പെണ്ണുങ്ങൾ കുളിയഞ്ഞു വരുമ്പോഴേക്കും സംഭവം ആ സാധനമാണത്. അപ്പോ ഞങ്ങള് അങ്ങനെ കുറച്ച് നേരം വൈകി. ഞാൻ സത്യം പറഞ്ഞ 9 മണിക്ക് നീച്ചിക്കണ്. 9 മണിക്കാണ് ഇവിടെ പരിപാടി സെറ്റ് ചെയ്യുന്നത്. പക്ഷെ 9 മണിക്ക് നീച്ചിക്കണേ. എന്നിട്ട് കൊച്ചിയിലെ ബ്ലോക്കും തിരക്കും കാരണമാണ് വൈകിയത്. ഇപ്പൊ വാവക്ക് ഇപ്പൊ ഈ ഓണം പരിപാടി എന്ന് പറഞ്ഞാൽ എന്താണ് ഓർമ്മ വരുന്നത് ചെറുപ്പത്തിലെ? എനിക്ക് ചെറുപ്പത്തിൽ ഓണം വരുന്നത്, എനിക്ക് സ്കൂളിലൊക്കെ ഓണപ്പരിപാടിക്കൊന്നുമില്ല, ഇന്നൊക്കെ വളക്കാൻ പോകും. അങ്ങനെ ഒരു ചെറിയ ഓർമ്മകളുണ്ട്. ഇതിന്റെ പേരെടുത്ത് പറയാനാണെങ്കിൽ പറയാൻ പറ്റൂല, പേര് പറയണ്ട. കല്യാണം കഴിക്കണേ ആ നല്ലൊരു ഓർമ്മ ജനങ്ങളിലേക്ക്. ഇതുപോലെ നല്ല ഓർമ്മ ഒന്നുമില്ല. നമ്മളെ ഇവിടെ ഞാൻ CBSE ആണ് പഠിച്ചിരുന്നത്. അപ്പൊ അവിടെ നമുക്ക് കളറൊക്കെ ഇട്ട് പോകാൻ പറ്റുക, ഓണത്തിന് സംക്രാന്തിക്ക് അങ്ങനെയൊക്കെ ഉള്ളിടാൻ പറ്റുക, ഒന്ന് ടോപ്പിൽ പോകാൻ പറ്റാം, ഒന്ന് മെയിൻ ആവാൻ പറ്റാ. അപ്പോ അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ പോകുമ്പോൾ അപ്പൊ ഓണത്തിനൊക്കെ നമ്മൾ കളറാക്കുക. അപ്പൊ സ്കൂളാണ് മെയിൻ. ഇപ്രാവശ്യം എനിക്ക് ഓണം കിട്ടിയില്ല. ഞാൻ കോളേജിൽ പോയി, പിന്നെ കേട്ടില്ല. ഓക്കെ, കോളേജിൽ പോയി എനിക്ക് ഓണം കിട്ടിയില്ല. അപ്പൊ ഒന്നും നോക്കിയില്ല. നല്ല തുണിന്റെ പ്രിന്റ് എല്ലാവരും കാണട്ടെ. ഇത് ഞാൻ കായ് കൊടുത്ത് വാങ്ങിയാണ്, കൊളാബല്ല. അപ്പൊ കൊളാബ ഇല്ലല്ലോ, കായ് കൊടുത്ത് വാങ്ങിയ. അപ്പൊ അതൊക്കെയാണ് എന്റെ ഓർമ്മകൾ. പിന്നെ എനിക്ക് ഓർമ്മ ഞാൻ മറക്കൂല. രാവിലെ മുതൽ മണ്ടി. അപ്പൊ അടുത്തത് ഇനി മേലാക്കം ഓണം സെറ്റ് ചെയ്യൂല, അത് വേറെ കാര്യം. സൂപ്പർ ബാൻസ് കോണ്ടാക്ട് ചെയ്യാ, റിസോർട്ട് ബുക്കിംഗ്സ്, പിന്നെന്താണ് സദ്യ ഒക്കെ ഉണ്ട് കേട്ടോ. എത്ര നേരം വൈകി